friends, welcome back to my YouTube channel, myself Leah. So I'm back with another study vlog. ഇന്നത്തെ വ്ളോഗ് പറഞ്ഞാൽ ഞാനൊരു ലോങ് ലെക്ചർ കാണാൻ ക്ലാസ് ഉണ്ടായിരുന്നു. സോ എനിക്ക് 2 ക്ലാസ് ഉണ്ട്, അപ്പോൾ അത് കാണുന്നൊരു വ്ളോഗാണ്. ഫസ്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു. സോ ഞാനിവിടെ ഗ്രീൻ കളർ പെൻസിലാണ് ഉപയോഗിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷിൽ ഈ ചാപ്റ്റർ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ആൻഡ് ഇതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ പെൻസിലാണ് ഉപയോഗിക്കുന്നത്, കളർ പെൻസിൽ. ആൻഡ് സ്റ്റിക്കി നോട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു പാരഗ്രാഫിലുള്ള ഓൾറൗണ്ട് ആയിട്ടുള്ളൊരു കാര്യം എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റിക്കി നോട്ട്സും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ഓരോ പാരഗ്രാഫിൽ നിന്ന്. അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ട് ഞാൻ എഴുതാണ്. ഇതിപ്പോൾ ഞാൻ ഹിന്ദി കാണാൻ പോവാണ്. സബ്സെ ബഡാ ഷോമാൻ പറഞ്ഞൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഹിന്ദി ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇന്ന് വൈകുന്നേരം വരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ക്ലാസ് കാണാൻ എന്നാ വേണ്ടത്. ഇത് ഞാൻ എല്ലാ ചാപ്റ്ററും ചെയ്യാറില്ല, ഞാനിങ്ങനെ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിനാണ്. പിന്നെ സെക്കൻഡും പിന്നെ തേർഡൊക്കെ എനിക്ക് പറ്റിയിട്ടില്ല കാണാൻ വേണ്ടിയിട്ട്. ലൈക്ക് സ്കൂൾ കാര്യങ്ങൾ ഓരോന്ന് ക്ലാസ്സിലും എനിക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പോയി. ആൻഡ് ഇതിപ്പോൾ ഞാൻ കാണുകയാണ്. സ്കൂളിൽ ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിലിപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും സ്കൂളിൽ അറ്റൻഡീവ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലെങ്കിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുകയാണ് നല്ലോണം. പിന്നെ ഓരോ ലൈക്ക് അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ്സ് ഞാൻ അധികവും ടെക്സ്റ്റിൽ എഴുതാറില്ല. ഇതെൻ്റെ ടെക്സ്റ്റ് അല്ല, ഇത് ഒരാൾ യൂസ് ചെയ്ത ടെക്സ്റ്റാണ്. അപ്പോൾ ഒരു എഴുതിയിട്ടുള്ളതാണിത്. ഞാൻ അധികവും ഒരു ബുക്കിൽ വേറൊരു ബുക്കിൽ മീനിങ് എഴുതിയിട്ട് അത് നോക്കി പഠിക്കാറാണ് പതിവ്. അതൊക്കെ എങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പോൾ മീനിങ്സ് അങ്ങനെ എഴുതുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, അങ്ങനെ എഴുതണ്ട, ഇങ്ങനെ എഴുതുന്നതാണ് നല്ലത് എന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി. എനിക്കതാ കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ആൻസർ ഷീറ്റ്സ് എന്തായാലും ഞാൻ മാർക്ക് പറയുന്നതായിരിക്കും. ഞാൻ കുറച്ച് ബിസി ആയി പോയിട്ടുണ്ട്, കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ആ പഠിച്ചതിന് ശേഷം ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഐ നോ യു ഗൈസ് ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഹിന്ദി കഴിയാനായിട്ടുണ്ട്. ഒരു 1.5 hour അത്ര അവേഴ്സായിരുന്നു ഈ ഹിന്ദി സെഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത് ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ സാർ നന്നായി പറഞ്ഞു തരും ഓരോ മീനിങ്സൊക്കെ. സോ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് ഞാൻ പോകുന്നുണ്ട്. പിന്നെ ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ എന്തൊക്കെ ഇന്ന് വരും എന്നുള്ളൊരു സെഷനും കൂടി വെച്ചിട്ടുണ്ട് ലാസ്റ്റ്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് ഞാൻ കാണാറുണ്ട്. റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് എന്തായാലും സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പറ്റില്ല, ഇത്രയല്ലേ ഉള്ളൂ. സോ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ PDF കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. യൂണിറ്റ് 1, 2 and 3 ഈ 3 യൂണിറ്റിലുള്ള ചാപ്റ്റേഴ്സിലുള്ള ഗ്രാമറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ചാപ്റ്ററിൻ്റെ പേര് അങ്ങനെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഗ്രാമർ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ടു യു. എല്ലാ ചാപ്റ്റേഴ്സിനും ഗ്രാമറില്ല, ഉള്ളതിന് വെച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. സോ ഇന്ന് വൈകുന്നേരം ഹിന്ദീൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. ഞാനതിൽ എങ്ങനെയാണ് പഠിക്കുന്നത് ഹിന്ദി എന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ഹിന്ദി നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും, ഐ എം ഡാം ഷുവർ. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് മറക്കാതെ കാണുക. അതൊരു 6-7 ആകുമ്പോഴത്തേക്കും ഈവനിങ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. It will be so useful to you. So ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And thanks for watching this video. See you soon in another video. Till then, bye.